ഐഡിയ ഫാമേഴ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഐഡിയ ഫാമേഴ്സ് ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതൊരു 16 ദിവസം കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു ബാച്ചാണ്. ഇപ്പം നമ്മൾ പരിചയപ്പെടുത്തിയിട്ടുള്ള ആ ഒരു പി കെ ഫാംസ് നാച്ചുറൽ ഫാമിംഗ് എന്ന് പറയുന്ന ആ ഒരു സിസ്റ്റം വെച്ചിട്ട് ആ ഒരു സപ്ലിമെൻറ്റുകളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ബാച്ച് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു 16 ദിവസത്തെ ഫീഡ്ബാക്ക് ജസ്റ്റ് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പല ഫാമേഴ്സിനും നമ്മൾ ഈ ഒരു സിസ്റ്റത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാനൊന്നും പറയാറുണ്ട്, ഒരു കോഴിക്ക് നമുക്ക് ഏകദേശം ഒരു 2 രൂപ അടുത്ത് ചിലവ് വരുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ലാസ്റ്റ് അവസാനം കൂട്ടുമ്പോൾ FCR മറ്റ് മോർട്ടാലിറ്റി പിന്നെ വരുന്ന അൺസൈസ് ഇതൊക്കെ നോക്കുമ്പോൾ നമുക്കിത് മറ്റ് സപ്ലിമെൻറ്റൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറവ് തന്നെയായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ ഈ ഒരു 16 ദിവസം കംപ്ലീറ്റ് ആയ ഈ ഒരു ബാച്ചിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഡിയർ ഫാമേഴ്സ്, നമുക്ക് ഓരോ ദിവസവും അതിൻ്റെ ഒരു ചാർട്ടുണ്ട്. അതായത് ആ ഒരു ചാർട്ടിൽ പ്രകാരം വരുന്നൊരു വെയിറ്റ്, അതല്ലെങ്കിൽ അത് പ്ലസ് അതിൽ കൂടുതലായിട്ടുള്ളൊരു വെയിറ്റ് അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ആ ഒരു ബാച്ച് നല്ലൊരു ബാച്ചാണ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇവിടെ നമ്മൾ ആ ഒരു 14 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഞാൻ എന്നും പറയാറുണ്ട്, നമുക്ക് ആദ്യത്തെ ആ ഒരു 14 ദിവസത്തെ ഫസ്റ്റ് 2 വീക്കിൽ വരുന്നത് ദഹന പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അത് കഴിക്കുന്ന ഫീഡ് മാക്സിമം അതിൻ്റെ ശരീരത്തിലേക്ക് മീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുക. അതേപോലെ തന്നെ നമുക്ക് വൈറ്റമിൻസിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് മൾട്ടി വൈറ്റമിൻസ് കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി ആയിട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രീ സ്റ്റാർട്ടർ ഓൾറെഡി നമുക്കറിയാം പ്രോട്ടീൻ ഉണ്ട്. അതിനകത്ത് എന്തായാലും നമുക്കറിയാം കമ്പനികൾ ഫീഡ് അടിക്കുമ്പോൾ ബൾക്കായിട്ട് ടൺ കണക്കിന് ഫീഡ് അടിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അതിനകത്ത് പ്രോട്ടീൻ വേരിയേഷൻ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കുറവ് പരിഹരിക്കാനാണ് നമ്മൾ ആ ഒരു പ്രോട്ടീൻ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതെങ്കിലും ഒരു ബാച്ച് നമ്മൾ ഈ പറയുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എനിക്കൊരു 3 വർഷമായിട്ട് ഇപ്പോൾ ഞാൻ എന്നും പറയാറുണ്ട്, വാക്സിൻ പോലും നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക. അപ്പോൾ വീണ്ടും കാണാം. ഗുഡ് ബൈ.